നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. സിസേറിയൻ കൂടി വരുന്നു എന്നുള്ള മുറവിളി എല്ലാ സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിസേറിയൻ കൂടുതലാണോ, അത് അനാവശ്യമായിട്ടാണോ ഗൈനക്കോളജിസ്റ്റും ആശുപത്രികളും ചെയ്യുന്നത് എന്നൊരു വിഷയത്തെപ്പറ്റി ഒരു ചെറിയ വിചിന്തനം, അതാണ് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം. സിസേറിയൻ 1970-കളില് 80-കളിലൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മളുടെ WHO പറഞ്ഞിരുന്നു സിസേറിയന്റെ റേറ്റ് 15% മുകളിൽ പോകരുതെന്ന്. അതായത് 100 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ 15 പേർക്ക് മാത്രമേ നമ്മൾ സിസേറിയൻ ചെയ്യാവൂ എന്ന്. അന്ന് 1970-കളിലും 80-കളിലും നമ്മളുടെ മാതൃമരണ നിരക്ക് 1000-ൽ 160 തുടങ്ങി 180 വരെ ആയിരുന്നു. അതായത് 1,00,000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 160 തുടങ്ങി 150 അമ്മമാർ വരെ അന്ന് മരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷം വളരെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതും കേരളത്തിലെ മാതൃമരണ നിരക്കാണ്. കേരളത്തിലെ മാതൃമരണ നിരക്ക് ഇന്ന് 1,00,000 കുഞ്ഞുങ്ങൾക്ക് 30 അമ്മമാരിൽ താഴെയാണ് മരിക്കുന്നത്. വളരെയധികം വ്യത്യാസം ഈ കാര്യത്തിൽ നമുക്ക് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം തന്നെ സമയോചിതമായി വേണ്ട സമയത്ത് നമ്മൾ സിസേറിയൻ ചെയ്ത് അമ്മയെയോ കുഞ്ഞിനെയോ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 15% താഴെ സിസേറിയൻ നിർത്തണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1980-കളിലേക്ക് നമുക്കൊരു തിരിച്ചു പോകേണ്ടി വരും. നമ്മളുടെ മാതൃമരണ നിരക്കിലൊക്കെ വർധന തീർച്ചയായിട്ടും ഉണ്ടാകും. സിസേറിയൻ നമ്മൾ ചെയ്യുന്നത് അമ്മയെയോ കുഞ്ഞിനെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വ്യത്യാസങ്ങൾ അമ്മമാരുടെ ആരോഗ്യത്തിലും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലും തീർച്ചയായിട്ടുമുണ്ട്. സിസേറിയൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ സൗന്ദര്യ സംബന്ധമായ കാര്യങ്ങൾ, അതായത് ശരീരത്തൊരു പാട് വരുന്നു, സിസേറിയൻ കഴിഞ്ഞ് വേദന വരുന്നു, പിന്നെ സിസേറിയൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നു, പൈസ കൂടുതൽ ചിലവാകുന്നു എന്നതൊക്കെ അമ്മയുടെ ജീവന്റെ മുമ്പിൽ തീർത്തും വളരെ ചപലമായ കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സും ആശുപത്രികളും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സിസേറിയൻ ചെയ്യുന്നെങ്കിൽ അത് തീർച്ചയായും അപലപനീയം തന്നെയാണ്. പക്ഷേ ഭൂരിഭാഗം സിസേറിയനുകളും ചെയ്യപ്പെടുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും മാത്രമാണ്. നമുക്ക് ഇപ്പോൾ വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. 1970-ലെ ജീവിതശൈലിയാണോ ഇന്ന് സ്ത്രീകളും സമൂഹവും നടത്തുന്നത്? അന്നത്തെ ജീവിതശൈലിയാണോ ഇന്നുള്ളത്? തീർച്ചയായിട്ടും അല്ല തന്നെ. അപ്പോൾ അന്ന് കൂടുതൽ വ്യായാമം സ്ത്രീകൾ എടുത്തിരുന്നു, കൂടുതൽ ജോലികൾ വീട്ടിൽ ചെയ്തിരുന്നു. സ്വിച്ചിട്ടാൽ ജോലികൾ നടക്കുന്ന ഒരു മെഷീനുകളും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ പുറത്തെ ആഹാരം കഴിക്കൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലം വളരെ മാറിയിരിക്കുന്നു, ജീവിത രീതിയും മാറിയിരിക്കുന്നു. സ്ത്രീകൾക്ക് വ്യായാമം കുറവാണ്, വണ്ണം കൂടുതലാണ്. പ്രസവത്തിൽ തന്നെ, ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നു. ഇതും സിസേറിയൻ കൂടാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ സിസേറിയൻ നമ്മൾ കുറയ്ക്കണമെങ്കിൽ സമൂഹവും മാറണം, സമൂഹത്തിൻ്റെ ജീവിതശൈലിയും മാറണം. അല്ലാതെ ആരോഗ്യ പ്രവർത്തകരോ ആശുപത്രിയോ മാത്രം വിചാരിച്ചാൽ സിസേറിയന്റെ റേറ്റ് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റില്ല തന്നെ. നന്ദി, നമസ്കാരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.